ഹമാസ് പോരാളികൾ ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹങ്ങൾ ഗസയിൽ നിന്ന് കണ്ടെടുത്തതോടെ ഇസ്രായേലിൽ പടുകൂറ്റൻ പ്രതിഷേധം. നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങിയ ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാർ രാജ്യത്തെ സ്തംഭിപ്പിച്ചു. 8 ലക്ഷം തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന സംഘടന ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെയാകെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ഒട്ടുമിക്ക സ്വകാര്യ മേഖലയിലെയും തൊഴിലാളികൾ പണിമുടക്കിൻ്റെ ഭാഗമായി. പ്രധാന അന്താരാഷ്ട്ര ഗേറ്റ്വേയായ ബെൻഗൂറിയൻ വിമാനത്താവളം അടച്ചിട്ടു. തൂഫാനുൽ അക്സയിൽ ഹമാസ് ബന്ദികളാക്കിയവരിൽ അവശേഷിക്കുന്ന 100-ലേറെ പേരിൽ 6 പേരുടെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തത്. സൈന്യം എത്തുന്നതിന് തൊട്ടു മുമ്പ് ഹമാസ് ഇവരെ കൊലപ്പെടുത്തി എന്നാണ് ഇസ്രായേലിൻ്റെ അവകാശവാദമെങ്കിലും ജനം തള്ളി. ബന്ദിമോചനം ആവശ്യപ്പെട്ട് ജനം തെരുവിലിറങ്ങുകയും പൊതുപണിമുടക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഒക്ടോബർ 7-ന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് ഇസ്രായേൽ സാക്ഷ്യം വഹിക്കുന്നത്. ഇസ്രായേലിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഏകദേശം 8 ലക്ഷം അംഗങ്ങളുള്ള ഹിസ്റ്റാഡ്രട്ട് ആണ് തിങ്കളാഴ്ച പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. പ്രധാന കമ്പനികളും ഹൈടെക് മേഖലയിലെ സംരംഭകരും പിന്തുണ നൽകിയതോടെ ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥ സ്തംഭിച്ചു. ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി, റോഡുകൾ തടഞ്ഞു. വിക്സ്, ഫൈവർ, ഹണിബുക്ക്, പ്ലാറ്റിക്ക, റിസ്ക് ഫീൽഡ്, ആപ്സ് ഫ്ലയർ, Monday.com തുടങ്ങിയ ഇസ്രായേലിലെ ടെക് മേഖലയിലെ വൻകിട കമ്പനികളെല്ലാം പണിമുടക്കിൽ പങ്കാളികളായി. രാജ്യത്തെ ഏറ്റവും വലിയ 200 കമ്പനികളെയും സ്വകാര്യ മേഖലയിലെ ഒട്ടുമിക്ക തൊഴിലാളികളെയും പ്രതിനിധീകരിക്കുന്ന ഇസ്രായേൽ ബിസിനസ് ഫോറവും പണിമുടക്കിൽ അണിചേർന്നു. ഗസയിൽ ഇപ്പോഴും അവശേഷിക്കുന്ന 100-ലേറെ തടവുകാരെ രക്ഷിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നാണ് ഇവരുടെയെല്ലാം ആവശ്യം. അഭിഭാഷകനും പണിമുടക്കിയതായി ഇസ്രായേൽ ബാർ അസോസിയേഷൻ ഡയറക്ടർ അമിത് ബച്ചർ വ്യക്തമാക്കി. ആശുപത്രികളും ആരോഗ്യ ക്ലിനിക്കുകളും കുറച്ച് ജീവനക്കാരോടെയാണ് പ്രവർത്തിച്ചത്. ഇസ്രായേൽ ഇലക്ട്രിക് കോർപ്പറേഷനും മെക്കോറോട്ട് വാട്ടർ കമ്പനിയും സമാന രീതിയിലാണ് പ്രവർത്തിച്ചത്. അത്യാഹിത വിഭാഗങ്ങളും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുകളും സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. പല സർക്കാർ മുനിസിപ്പൽ ഓഫീസുകളും അടച്ചിട്ടു. തെൽ അവീവ് മുനിസിപ്പാലിറ്റിയും അടച്ചിട്ടവയിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കൂളുകൾ ഒഴികെ എല്ലാ സ്കൂളുകളും രാവിലെ 11:45 വരെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂവെന്ന് ഹിസ്റ്റാഡ്രട്ടിലെ ശാഖയായ ടീച്ചേഴ്സ് യൂണിയൻ അറിയിച്ചു. മുൻകൂട്ടി അറിയിച്ച പരീക്ഷകൾ ഇനിയും നടക്കുമെങ്കിലും ഇസ്രായേലിലെ ഗവേഷണ സർവകലാശാലകളും അടച്ചുപൂട്ടലിൽ ചേരുമെന്ന് യൂണിവേഴ്സിറ്റി ഹെഡ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. പണിമുടക്ക് നീട്ടുന്നത് സംബന്ധിച്ച് യൂണിയനുകൾ ആലോചിക്കുന്നതിനാൽ ഇസ്രായേലിൻ്റെ പ്രധാന അന്താരാഷ്ട്ര കവാടമായ ബെൻഗൂറിയൻ വിമാനത്താവളം രാവിലെ 8 മുതൽ അടച്ചിട്ടിരിക്കുകയാണ്. 2023 ആകെ 21 ദശലക്ഷം ആളുകൾ ബെൻഗൂറിയൻ വിമാനത്താവളം വഴി യാത്ര ചെയ്തിട്ടുണ്ട്. തെൽ അവീവ് ലൈറ്റ് റെയിൽ, ഹൈഫയുടെ കാർമെലിറ്റ് ഭൂഗർഭ റെയിൽവേ എന്നിവയ്ക്ക് പുറമെ എഗ്ഡ്, ഡാൻ, മെട്രോപോളിൻ എന്നിവയുൾപ്പെടെ പ്രമുഖ ബസ് കമ്പനികളും പണിമുടക്കി. ഇതേ തുടർന്ന് നിരവധി ട്രെയിനുകൾ വൈകി. പൊതുപണിമുടക്കിനോടൊപ്പം ഗസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം പ്രവർത്തകർ രാജ്യവ്യാപകമായി പ്രതിഷേധ പരിപാടികളും നടത്തി. നിരവധി സർക്കാർ പ്രാദേശിക ഓഫീസുകളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾക്കൊപ്പം പ്രധാനപ്പെട്ട റോഡുകളും കവലകളും തടഞ്ഞു. കഴിഞ്ഞ ഒക്ടോബറിൽ ഗസയിൽ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഞായറാഴ്ച വൈകിട്ട് 1.5 ലക്ഷത്തോളം ആളുകളാണ് തെരുവിൽ ഇറങ്ങിയത്. 1 വർഷത്തോളമായി പ്രതിവാര പ്രകടനങ്ങൾ നടക്കുന്ന തെൽ അവീവിൽ 3 ലക്ഷത്തിലേറെ പേരാണ് റാലി നടത്തിയതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അതേസമയം പ്രതിഷേധം അടിച്ചമർത്താനാണ് ഭരണകൂടത്തിന്റെ നീക്കം. തീവ്ര വലതുപക്ഷ വിഭാഗക്കാരനായ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് പണിമുടക്ക് നിർത്താൻ ഉത്തരവിടാൻ രാജ്യത്തിന്റെ അറ്റോർണി ജനറലിനോട് ആവശ്യപ്പെട്ടു. തീവ്ര വലതുപക്ഷ മന്ത്രി ഇറ്റാമർ ബെൻഗൂറിനൊപ്പം ഗസ വെടിനിർത്തൽ കരാറിനെ ശക്തമായി എതിർക്കുന്ന സ്മോട്രിച്ച് സമരത്തിൽ ചേരുന്ന ആർക്കും ശമ്പളം നൽകരുതെന്ന് ട്രഷറിക്ക് നിർദ്ദേശം നൽകി. ഹിസ്റ്റാഡ്രട്ട് മേധാവി അർണോൺ ബാർഡേവിഡ് ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നതിലൂടെ ഹമാസിന്റെ താൽപ്പര്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് സ്മോട്രിച്ച് ആരോപിച്ചു. നേരത്തെ കരാറിലെത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ട ഇസ്രായേലി പ്രതിപക്ഷ നേതാവ് യയർ ലാപ്പിഡ് സമരത്തെ ശക്തമായി പിന്തുണച്ചു. നെതന്യാഹു ഭരണകൂടം രാജ്യത്തെ ഏറ്റവും വലിയ അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ ഗസയിലെ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ ഖത്തറിലും ഈജിപ്തിലും ഈയിടെ നടന്ന പുതിയ മധ്യസ്ഥ ചർച്ചകളും സ്തംഭിച്ചിരിക്കുകയാണ്. ഈജിപ്തുമായുള്ള ഗസയുടെ തെക്കൻ അതിർത്തിയായ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറരുതെന്ന നെതന്യാഹുവിൻ്റെ കടുംപിടുത്തവും സംഭവം വഷളാക്കിയിട്ടുണ്ട്.
ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്.